അളിയ വെടിവെപ്പൊക്കെ നടന്നോ? അല്ല, അതിർത്തി വെടിവെപ്പേ അവിടെ യുദ്ധമൊക്കെ അല്ലായിരുന്നോ? പൊട്ടിക്കേണ്ടി വന്നില്ല. അതിനു മുമ്പേ തന്നെ അവന്മാര് മുട്ടുമടക്കി. പക്ഷേ ഏത് നിമിഷവും യുദ്ധം വരാൻ ചാൻസ് ഉണ്ട്. ഏതായാലും അളിയന് ഈ ഓണത്തിന് ലീവ് കിട്ടിയല്ലോ, അത് മതി. കഴിഞ്ഞ ഓണത്തിനെ വരാൻ പറ്റിയില്ല. അളിയ കുപ്പി ഉണ്ടടേ ഉണ്ട്. എന്റെ അമ്മോ അളിയാ വണ്ടി വന്നപ്പോ ഈ രാഘവേട്ടന്റെ കടയിൽ നിന്ന് ഒരു കാലി ചായ അടിച്ചിട്ട് പോകും. അതിപ്പോ വീടെത്തോല അളിയാ, വീട്ടിൽ പോയി ചായ കുടിച്ചാ പോരെ. രാഘവേട്ടന്റെ ചായ ഒരു എനർജിയാണ്. വീട്ടിൽ പോയി ഒരെണ്ണം കൂടെ കഴിക്കാം, അതിനെന്താ. ചേട്ടാ, യാത്രയൊക്കെ സുഖമായിരുന്നു? നിന്റെ ആങ്ങളയല്ലേ വണ്ടി ഓടിച്ചത്, ആ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അളിയ കുപ്പിയുടെ അളിയ എനിക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് നിൽക്കാൻ. രാവിലെ 2 അടിച്ചാലേ ഉഷാറാവുള്ളൂ. എന്താ ഇവിടെ രഹസ്യം? കുപ്പിയുടെ കാര്യം വല്ലതും ആണോ? ഓണത്തിന്റെ കാര്യം പ്ലാൻ ചെയ്തു, വേറൊന്നുമില്ല. മനസ്സിലായി. കാത്തു കാത്ത് കിട്ടുന്ന ഓണമാണ്. നിങ്ങളെല്ലാം കൂടെ വെള്ളം അടിച്ചാലും പാക്കാതിരുന്നാ മതി. ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ആഹാരം എടുത്ത് വയ്ക്കാം. എന്താ ചേട്ടനിപ്പോ വന്നിട്ടുണ്ടോ? ഇനി സമയമൊക്കെ ഉണ്ട്. ഇവിടെ കിച്ചണിൽ ഒത്തിരി ജോലിയുണ്ട്. നടന്നറിയോ? ഞാൻ ചേട്ടനോടൊന്ന് ഫ്രഷ് ആയി വരാൻ പറഞ്ഞത് ചേച്ചി. മനസ്സിലാവുന്നുണ്ട്. അച്ഛാ, നമുക്കിവിടെ ഒരു പുതിയ മാള് വന്നിട്ടുണ്ട്, നമുക്കിന്ന് അവിടെ പോയാലോ? നാളെ ആവട്ടെ മോളെ, ഇന്നിപ്പോ അച്ഛൻ വന്നതല്ലേ ഉള്ളൂ. അച്ഛൻ ഇന്ന് വന്നതല്ലേ ഉള്ളൂ മോളെ, നല്ല ക്ഷീണം കാണും. റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് നാളെ പോകാം. എനിക്കിന്ന് റെസ്റ്റ് കിട്ടുന്നു തോന്നുന്നില്ല. മക്കളെ, രാത്രിയായി, മൊബൈൽ വെച്ചേക്ക്, പോയി കിടക്ക്. നീ കളച്ചേക്ക്, പോയി കിടന്നോ. ചേട്ടൻ വന്നതല്ലേ, ഞാൻ എടുക്കാൻ ചെയ്തോളാം. ശരി, മനസ്സിലാ. ഗുഡ് നൈറ്റ്. ചേട്ടാ, അതെ, നമുക്ക് അച്ഛനെ അമ്മയും കാണാൻ പോകണ്ടേ? പോണം. ഇപ്രാവശ്യം അമ്മയെ അച്ഛനെ എല്ലാം ഇവിടെ കൊണ്ടുവന്നു നമ്മളെല്ലാരും കൂടി അടിച്ചു പൊളിക്കും. എന്നാ പിന്നെ എന്റെ അച്ഛനെ അമ്മയും കൂടെ വിളിക്കട്ടെ? ഉറപ്പായിട്ട് വിളിക്കണം. എല്ലാരെയും കൂടി നമ്മൾ ഇന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാ ഈ ഓണം. ജോലിയൊക്കെ കഴിഞ്ഞോടി? കഴിഞ്ഞ ചേട്ടാ. മോളെന്തി? മോൾ റൂമിലുണ്ട് ചേട്ടാ. അമ്മേ, നമുക്ക് കിടക്കാം. മോളെ, ഇവിടെ 2 പേർ കിടക്കാനുള്ള സ്ഥലം പോലും ഇല്ല. മോൾ അപ്പുറത്ത് റൂമിൽ പോയി കിടക്ക്. നാളെ നമുക്ക് ഒരുമിച്ച് കിടക്കാം. പാവം കുട്ടി, ഇന്നലെ വരെ എന്റെ കൂടെ കിടന്നത്. നമുക്ക് നല്ല വിഷമം കാണും. കാര്യം
പൂത്തുവോ സ്വർണമല്ലിപ്പൂവുതിർന്നുവോ പ്രിയകാമ കന്യ കണ്ടുണർന്നുവോ ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ സ്വർണമല്ലിപ്പൂവുതിർന്നുവോ പ്രിയകാമ കന്യ കണ്ടുണർന്നുവോ കുങ്കുമപ്പുത്താലം കതിരോന്റെ പൊന്നുകോലം जी सर हाँ जी हाँ जल्दी आ जाएगा ओके ചേട്ടാ എന്ത് പറ്റി? ആരാ വിളിച്ചത്? എന്ത് പറ്റി ഏട്ടാ? ക്യാപ്റ്റൻ റാണയെ വിളിച്ചു യുദ്ധം തുടങ്ങാറായി തിരിച്ചു ചെല്ലാൻ പറഞ്ഞു നീ ഇങ്ങനെ വിഷമിക്കല്ലേ വിളിച്ചാ പോയില്ലേ പറ്റൂ അടുത്ത ഓണത്തിന് സാരമില്ല ചേട്ടാ, ചേട്ടാ പോയിട്ട് വാ. എടിത് ഞാനാ തട്ടടായ് എന്താണ് ഇത് നോക്കണം ഞാൻ തന്നെയാ എന്താണിതൊക്കെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിന്റെ പൊന്നാങ്ങളെ പറ്റിച്ച പണിയാണ് എനിക്ക് കുറെ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കണം ഒരു പണി തരണോ, അത് ഇന്നാണ് സാധിച്ചത്. ഓട്ടടി ഇതൊക്കെ നമ്മുടെ തമാശയല്ലേ, ഈ ഓണം നമ്മൾ പൊളിക്കും.
हेलो ठीक ठाक सर हाँ जी ഹാപ്പി ഓണം സർ താങ്ക് യു സർ ഞാൻ പേടിച്ചു പോയി സാറാ ഹാപ്പി ഓണം പറയാൻ വിളിച്ചത് സാറ് ഇടി ഞാൻ പോണം അറിഞ്ഞിട്ട് നീ ഒരു തടസ്സവും പറഞ്ഞില്ലല്ലോ ഓ അതോ ഞാനൊരു ഇന്ത്യൻ അതിർത്തി കാക്കുന്ന ജവാന്റെ ഭാര്യയായതുകൊണ്ട്. ഓണം എല്ലാ വർഷവും വരും, പക്ഷെ രാജ്യത്തിന്റെ സുരക്ഷ നിങ്ങളെപ്പോലുള്ള ധീര ജവാന്മാരുടെ കൈകളിലല്ലേ. ആ ഉത്തമ ബോധം എനിക്കുണ്ട്. മലയാളക്കരയാകെ മഴവിൽ ഇന്നല പോലെ ഏഴേഴോ വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ. മലയാളക്കരയാകെ മഴവിൽ ഇന്നല പോലെ ഏഴേഴോ വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ. പൊന്നാരിൻ കൊയ്തല്ലോ പൊന്നോണം വന്നല്ലോ പൂവേ പൊലി ആരവമായി. മലയാളക്കരയാകെ മഴവിൽ ഇന്നല പോലെ ഏഴേഴോ വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ. മലയാളക്കരയ